അപ്പം നമ്മുടെ രേണുസുതി ബിഗ് ബോസിലെത്തിരിക്കുകയാണ് ഗായ്സ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ യൂട്യൂബർമാർ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഡെയിലി അവരെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് തന്നെയാണ് രേണുസുതി ബിഗ് ബോസിലോട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ വരെ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ സെൻസേഷൻ നെയിമാണ് രേണുസുതി എന്ന്. അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയാം. അപ്പോൾ ഇനി അവർ അവിടെ കാണിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടേ നമ്മളൊക്കെ സംസാരിക്കുകയുള്ളൂ. നല്ലത് ചെയ്താൽ നല്ലത് പറയും. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് വേഴ്സസ് HDC. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട്? ബിഗ് ബോസ് തുടങ്ങിയിട്ട് ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കുഴപ്പമില്ലെന്നല്ലേ? 20 പേരും പൊളിയായിട്ടുണ്ട്. അപ്പം അതിലാദ്യം തന്നെ നമുക്കൊരു ചോക്ലേറ്റ് പയ്യനെ എത്തിയിട്ടുണ്ട് അല്ലേ, നമ്മുടെ ആര്യൻ എന്തായാലും അവിടെ ഒരു ലവ് ട്രാക്ക് പിടിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പിന്നെ നമ്മുടെ സ്വന്തം രുദ്രേട്ടനുണ്ട്. മലയാളി അമ്മമാരുടെയൊക്കെ കണ്ണിലുണ്ണിയാണ് ഷാനവാസ്. മാടൻ്റെ രൂപം വെച്ചിട്ട് മാടപ്രാവിൻ്റെ മനസ്സാവാതിരുന്നാൽ നമ്മുടെ റോൺസനെ പോലെ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ എൻ്റെ സ്വന്തം ആലപ്പുഴയിൽ നിന്ന് 3 പേരെത്തിയിട്ടുണ്ട് ഗൈസ്. അടിപൊളി. അവർ അടിപൊളിയായാൽ മതിയായിരുന്നു എന്നെ പോലെ തന്നെ. അപ്പോൾ എൻ്റെ സ്വന്തം നാട്ടുകാരിയുണ്ട്, ചേർത്തലക്കാരി, നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ. ആളിത്തിരി ബോൾഡാന്ന് അല്ലേ, നല്ല സംസാരമൊക്കെ ആയിരിക്കും. മുമ്പ് റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സരിക നല്ലൊരു ഇൻ്റർവ്യൂവറാണ്. അവരും ഒന്ന് കത്തും. പിന്നെ എന്തുവാ മക്കളെ, ആ ഒരു മദാമനെ പോലെ ഇരിക്കുന്ന പെണ്ണിൻ്റെ പേരെന്താ? ജിസയിലോ? ഈശ്വര, നമ്മളവരുടെ പേര് പഠിക്കാൻ തന്നെ കുറേ കഷ്ടപ്പെടും അല്ലേ. എന്തായാലും ആൾ കൊള്ളാം. നോക്കട്ടെ. പിന്നെ ആരാ ഉള്ളത്? പിന്നെ നമ്മുടെ കലാഭവൻ, സരിക, മുൻഷി, അവരൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ നവീൻ അല്ലേ, നവീനിനെ കണ്ടിട്ടൊരു റിയാസിനെയൊക്കെ പോലെ വരാനുള്ളൊരു ഇതുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ ബാക്കി എല്ലാവരും എങ്ങനെയൊക്കെയാണെന്ന് കണ്ടറിയാം. നമ്മുടെ ലെസ്ബിയൻ കപ്പിൾ വന്നിട്ട് എന്താണ് അവിടെ പറയുന്നതെന്നൊക്കെ നോക്കാം. നമ്മുടെ കോമണർ അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചൊറിയൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൊറിച്ചിലൊക്കെ നടക്കുന്നുണ്ട് അവിടെ വന്നപ്പോൾ തന്നെ. ഒരു ദിവസത്തെ ഇത് വെച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോകെ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാറും. ചിലപ്പോൾ എൻ്റെയും മാറുമായിരിക്കും. അപ്പോൾ കളിയൊക്കെ പവറായിട്ട് വരട്ടെ. നമുക്കതെല്ലാം 100 ദിവസം അടിച്ച് പൊളിച്ചിരുന്ന് കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ബിഗ് ബോസ് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാനൊരു ബിഗ് ബോസ് കട്ട ഫാനാണ്. എന്നെപ്പോലെ നിങ്ങളൊക്കെ ഫാൻസാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.